ഡോക്ടർ പ്ലീസ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. യെസ് ഡോക്ടർ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ്സിലൂടെ കൊടുക്കുന്നത്. സിറ്റുവേഷൻ അല്പം ക്രിട്ടിക്കലായിട്ടാ ഉള്ളത്. ഡോക്ടർ ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഓക്കെ ഡോക്ടർ, ഐ വിൽ മാനേജ്. പ്ലാൻ സക്സസ് ആയോ? അബിയും വസുവിനെയും തട്ടിയോ? അവർ ചത്തല്ലോ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഒരു ഗുഡ് ന്യൂസ് പറ. സോറി ചേട്ടാ, ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അബിയും വസുവും മിസ്സായി. എങ്ങനെയാടാ മിസ്സായത്? മിസ്സാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അബിക്കും വസുവിന് പകരം അഖിലിനെ പരിക്ക് പറ്റിയത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവന് പരിക്കേറ്റുന്നു. ആള് രക്ഷപ്പെടുവോ? ഉറപ്പായിട്ടും ചാവും ചേട്ടാ. രക്ഷപ്പെടുന്ന കാര്യം പാടാ. ബാഡ് ന്യൂസിൽ ഒരു ഗുഡ് ന്യൂസും ഉണ്ട്. അത് നല്ല കാര്യമാ. അവര് മിസ്സായാലും അഖില് തീർന്നാൽ മതി. പോട്ടെ. എന്റെ കാർത്തികയ്ക്ക് ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. അടുത്ത തവണ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. എപ്പോ അവസരം കിട്ടിയാലും ആ അഭിയും വസുവിനെയും കൊന്നിരിക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നിരിക്കും. ശരി ചേട്ടാ. ലോയറോട് നമ്മൾ സംസാരിച്ചു ചേട്ടാ. വേഗം തന്നെ ജാമ്യം റെഡിയാക്കാന്ന് പറഞ്ഞു. ഇനി വരുമ്പോ ജാമ്യം ഉറപ്പാ. എനിക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ. എന്റെ കാർത്തിക ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ കൊന്നു തള്ളും. എന്നിട്ട് കാർത്തികയെ കല്യാണം കഴിക്കണം. അതിനുശേഷം എന്റെ ചേച്ചിയെ കൊന്നിട്ട് ആനന്ദിനും വൈഷ്ണവിക്കും ഒരു പണി കൊടുത്തിട്ട് ആ സ്വത്ത് മുഴുവൻ ഞാൻ എന്റെ പേരിലാക്കും. വളരെ വലിയ സ്വപ്നങ്ങളാ ഞാൻ കാണുന്നത്. ആദ്യം അബിയും വസുവും ചാകാതെ എന്റെ സ്വപ്നങ്ങൾ നടക്കില്ല. പൊയ്ക്കോ, പോയി അവരെ കൊന്നിട്ട് വാ. ശരി ചേട്ടാ. ഡേയ് വാടാ. എന്താ നിനക്ക് ഭ്രാന്തായോ? ഒച്ച വെക്കുന്ന എന്തിനാ? വിശപ്പോടെ ഇരിക്കുന്ന സിംഹം ഇങ്ങനെ അലർന്നത്. പുറത്തു വന്നതിന് ശേഷം ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഡോക്ടർ ഡോക്ടർ എന്റെ അനിയനും അവനിപ്പോ... ഐ എം സോറി. പേഷ്യന്റിന്റെ ബോഡി ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ കൊടുത്ത മെഡിസിൻസ്, ഇഞ്ചക്ഷൻസ് ഒന്നും ബോഡി റിസീവ് ചെയ്യുന്നേ ഇല്ല. പേഷ്യന്റ് ഇപ്പോ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് ഉള്ളത്. 5-6 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിന് ബോധം വന്നാലല്ലാതെ രക്ഷിക്കാൻ കഴിയില്ല. വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും ഡോക്ടർ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും ബെറ്റർ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവിറാം. ചീഫ് ഡോക്ടറുമായി ഞാൻ ഫോണിൽ സംസാരിച്ച് നല്ല ട്രീറ്റ്മെന്റാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല. ചെയ്യാനാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോധം വന്നാലൊഴികെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ കോമയിലേക്ക് പോയി ബ്രെയിൻ ഡെത്ത് ആവാനും സാധ്യതയുണ്ട്. പേഷ്യന്റിന് ബോധം വരാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഇനി ദൈവം തന്നെ അയാളെ രക്ഷിക്കണം. ഇതെല്ലാം ഞാൻ കാരണ. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അഖിൽ ജീവന് വേണ്ടി പോരാടുന്നത്. അഖിലിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ജീവനോട് ഇരിക്കില്ല. ഞാൻ ചത്തുകളയും. ഇവിടെ ഞാൻ എന്റെ ജീവൻ എടുക്കും. എത്ര ആഗ്രഹിച്ചാണ്, എത്ര പ്രണയിച്ചാണ് ഞാൻ അഖിലിനെ കല്യാണം കഴിച്ചത്. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ്
അഖിലിന്റെ ജീവൻ ആപത്തായി മാറിയത്. എന്നാലും തെറ്റ് ചെയ്ത എനിക്കല്ലേ ദൈവം ശിക്ഷ തരേണ്ടത്? എന്തിനാ ഏട്ടത്തി അഖിലിന് ശിക്ഷ കിട്ടിയത്? ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ട നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോടാ. ദയവ് ചെയ്തൊന്ന് കണ്ണു തുറക്കണം പ്ലീസ് അഖിൽ. തിരിച്ചു വാ മോനെ. നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ കൊച്ചുമോനെ. അഖിലിനൊന്നും സംഭവിക്കില്ല കാർത്തിക. ഭഗവാൻ ഉറപ്പായും അവനെ രക്ഷിക്കും. ഏട്ടാ, ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. അഖിലിനെയും കാർത്തികയും നോക്കിക്കൊള്ളണം. നിക്കമ്മേ, ഞാനും അമ്മയുടെ കൂടെ വരുന്നു. വാ. പൂജാരി, പറയൂ മോളെ. അഖിലിന്റെ പേരിൽ ഒരു അർച്ചന ചെയ്യണം. ചെയ്യാലോ. ദേവി, അഖിൽ എനിക്ക് മകനെ പോലെയാ. അവൻ ഹോസ്പിറ്റലില് ജീവൻ മരണ പോരാട്ടത്തിലാ. എന്റെ അനിയൻ കണ്ണു തുറക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയുന്ന ഡോക്ടർ പറഞ്ഞു ദേവി തന്നെ കരുണ കാണിക്കണം. എല്ലാം ദേവിയുടെ കയ്യിൽ അർപ്പിക്കുക. അഖില് ചെറിയ കുട്ടിയാ, കാർത്തികയും ചെറിയ കുട്ടിയാ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഇന്നലെ വരെയും അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇപ്പോ അവർ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുക. അഖിലിനെ ദേവി തന്നെ രക്ഷിക്കണം. അഖിലിന് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോവും. എന്റെ ചെറിയച്ഛൻ വളരെ നല്ല മനുഷ്യനാ. ചെറിയച്ഛനൊന്നും വരുത്തല്ലേ ദേവി. എന്തു പറ്റി മോളെ? നീ ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് അയാൾക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് വന്നതുപോലെ തോന്നുന്നല്ലോ. അഖിൽ എന്റെ ഭർത്താവിന്റെ അനിയനാ. എനിക്ക് അവൻ എന്റെ മകനെ പോലെയാ. എന്റെ ചെറിയച്ഛന് ആക്സിഡന്റ് ആയി ഇപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്. എന്റെ ഈശ്വര, എന്റെ അനിയൻ ജീവനോടെ തിരിച്ചു വരണം. എന്റെ അനിയത്തിയുടെ ജീവിതം നശിക്കാൻ പാടില്ല. അവർ സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണം. എല്ലാവരുടെയും സന്തോഷത്തെ നോക്കുന്നത് ആ ദേവി തന്നെ അല്ലേ? ദേവിയോട് നിങ്ങളുടെ ദുഃഖം അറിയിക്കുക. ഇവിടെയുള്ളത് വളരെ ശക്തിയുള്ളൊരു ദേവിയാണ്. ഉറപ്പായും നിങ്ങളുടെ അനിയനെ ദേവി രക്ഷിക്കും. അവിടെ ദേവിയുടെ മരമുണ്ട്. നിങ്ങളുടെ ആവശ്യം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ മരത്തിലൊരു പട്ടുകൊണ്ട് കെട്ടുക. അതുപോലെ ഇന്ന് രാത്രി ഭക്തന്മാർ ദേവിക്ക് അഗ്നിദീപം അർപ്പിക്കുന്നുണ്ട്. അഗ്നിദീപം തലയിൽ ചുമന്നുകൊണ്ട് കനലിന് മുകളിലൂടെ 3 തവണ നടന്ന് ദേവിക്ക് ആ അഗ്നിദീപം സമർപ്പിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന സഫലീകരിക്കും. ഉറപ്പായിട്ടും ഞാനത് ചെയ്യാം പൂജാരി. നല്ലത് വരട്ടെ. വാ ഉണ്ണി. അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ എത്രയോ തെറ്റുകൾ ഏട്ടനോടും ഏടത്തോടും ചെയ്തിട്ടുണ്ട്. ഇനി ഏട്ടന്റെ ഏടത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യില്ലെന്ന് ഞാനിത് ഈ ആഹാരം തൊട്ട് സത്യം ചെയ്യാണ്.
ആ മരത്തിൽ ഇത് കൊണ്ടുപോയി കെട്ടിക്കോളൂ. ഡോക്ടർ, ഇപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? സെയിം സിറ്റുവേഷൻ ആണ്. പ്ലീസ് ഡോക്ടർ, എങ്ങനെയെങ്കിലും ഞങ്ങൾ അനിയനൊന്ന് രക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനിയല്ല ഈശ്വരന്റെ കയ്യിലാ. കരയല്ലേ കാർത്തിക്, അഖിലിനൊന്നും സംഭവിക്കില്ല. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ. തലയ്ക്ക് മുകളിലും പാദത്തിന്റെ അടിയിലും തീയാണല്ലോ. പാവം. ഈ അമ്മ ആർക്കു വേണ്ടിയോ ശക്തിയായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്റെ ചെറിയച്ഛന് വേണ്ടിട്ടാ. എന്റെ ചെറിയച്ഛന് ജീവൻ അപകടം ഉണ്ടാവാതിരിക്കാനാ. ഇതിലൂടെ നടക്കുന്ന എന്റെ അമ്മയുടെ കാലിനൊന്നും പറ്റില്ല ദേവി. അമ്മേ, നിന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല മോനെ, പേടിക്കണ്ട. ദേവിക്ക് അർച്ചന ചെയ്ത്
മരത്തിൽ പട്ട് ചുറ്റി അഗ്നിദീപം തലയിൽ ചുമന്നുകൊണ്ട് കനലിൽ ചവിട്ടി നടന്നു. എൻ്റെ അനിയനെ രക്ഷിക്കൂ ദേവി, അവന് ജീവൻ കൊടുക്കൂ ദേവി. ദേവിയുടെ ഈ കുങ്കുമത്തെ നിങ്ങളുടെ അനിയന്റെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുക. ദേവി തീർച്ചയായും അനുഗ്രഹിക്കും. നിങ്ങളുടെ അനിയൻ കണ്ണു തുറക്കും. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞ 12 മണിക്കൂർ കഴിഞ്ഞു. എൻ്റെ അനിയന് ഇനിയും ബോധം വന്നില്ലല്ലോ. ഡു സംതിങ് ഡോക്ടർ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. ബോധം വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങളുടെ അനുജനെ ഈശ്വരൻ തന്നെ രക്ഷിക്കണം. ഇത്ര നേരം എവിടെ പോയിരുന്നു വസു? അമ്പലത്തിൽ പോയതാ ചേച്ചി. അഖില കണ്ണു തുറന്നോ? ഇനിയും തുറന്നില്ല മോളെ. ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ഡോക്ടർ പറയുന്നത്. ഉണ്ണി, അമ്മ എന്താ ഇങ്ങനെ മുടന്തി നടക്കുന്നേ? എന്തു പറ്റിയതാ? ചെറിയച്ഛൻ വേഗം കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് അമ്മ തലയില് അഗ്നിദീപം വെച്ചോണ്ട് കനലിന്റെ മുകളിലൂടെ നടന്നു വച്ചാ. ദേവി, എൻ്റെ അനിയനെ രക്ഷിക്കണം. നിന്നില്ല ഞാൻ എല്ലാം അർപ്പിച്ചിരിക്കുന്നത്. ദേവി അനുഗ്രഹിക്കണം. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ദേവി തന്നെ രക്ഷിക്കണം. ഡോക്ടർ, 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 എന്തു പറ്റി സിസ്റ്റർ? പേഷ്യന്റിന് ബോധം വന്നു. ആണോ? വരൂ നോക്കാം. അഭിറാം, ഡോക്ടർ, എൻ്റെ അനിയന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ.
പക്ഷെ അയാൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം ഡോക്ടർ? ആക്സിഡന്റിൽ തലക്കേറ്റ പരിക്ക് മൈനർ തന്നെയാണ്, പക്ഷെ കാലിനേറ്റ പരിക്ക് ഗുരുതരവുമാണ്. അതുകൊണ്ട് അയാളുടെ 2 കാലുകളും തളർന്നുപോയി. ഇനി നടക്കാൻ